ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആരോസ് ക്രാഫ്റ്റ് ആൻഡ് കിച്ചൺ. അപ്പോൾ ഞങ്ങൾ ഈ വെക്കേഷനിൽ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്ത് തന്നെ വയനാട്ടിലാണ് കേട്ടോ. ബേസ് മാൻഷൻ റിസോർട്ട് നടവയലിലാണ് കേട്ടോ ഈ റിസോർട്ട് വരുന്നത്. അപ്പോൾ ഒരു നമ്മളെ തറവാട് വീടിൻ്റെ ഒക്കെ ഒരു ഫീലായിരുന്നു. നാലുകെട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട്. പിന്നെ ഒരു അടിപൊളി അറ്റ്മോസ്ഫിയർ, ഭയങ്കര റിലാക്സേഷൻ, കൂൾ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. റിസോർട്ടിനൊക്കെ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. മക്കളെയും കൊണ്ട് കുറേ ദൂരത്തേക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഈ പ്രാവശ്യം ഇവിടെ അടുത്ത് തന്നെ എവിടെയെങ്കിലും പോകാൻ തന്നെ പ്ലാൻ ചെയ്തത്. അപ്പം ഞങ്ങളിവിടെ ഒരു 3 മണിയായിട്ടോ എത്തുന്ന സമയത്ത്. 2 മണിക്ക് ചെക്ക് ഇൻ ടൈമും 11 മണിക്ക് ചെക്ക് ഔട്ട് ടൈമുമായിരുന്നു. നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ വന്നോളൂ കേട്ടോ, അടിപൊളിയാണ്. സൈക്ലിംഗ് ഒക്കെ ഈ പാടത്തായിരുന്നു കേട്ടോ. സൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ മേലേക്ക് പോന്നു. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആണ് കേട്ടോ. അപ്പോൾ മക്കൾ പൂളിലേക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അകത്തേക്ക് തന്നെ വന്നതാണ്. ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് പൂളിൽ ഇറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഇവിടുത്തെ ആൾക്കാർ നല്ല ബിഹേവിയർ ആയിരുന്നു. ഞങ്ങളപ്പോൾ പെട്ടെന്ന് തന്നെ മക്കളെയും കൊണ്ട് പൂളിലേക്ക് പോയിട്ടോ. അവർ കുറേ നേരം കളിച്ചു. ഒരു രാത്രിക്കായി സന്ധ്യയൊക്കെ ആയതിനു ശേഷം ഞങ്ങളും ഇറങ്ങിയിട്ടോ. പൂളിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്ക് കയറാനേ തോന്നുന്നില്ലായിരുന്നു. അടിപൊളിയായിരുന്നു. അതിൽ ബോളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ കളിയും എല്ലാം ആയിരുന്നു. അൻവിക്കുട്ടി അപ്പോഴത്തേക്ക് തണുത്ത് വിറച്ച് പോയി കേട്ടോ. അവളെല്ലാം കൂടെ ഞാൻ ഒരു പുതപ്പിച്ചങ്ങനെ ഇരുത്തിയതാണ്. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ നേരം ആ പൂളിൽ തന്നെയായിരുന്നു. അതിനുശേഷം ഓരോരുത്തരിങ്ങനെ പോയി ഫ്രഷായി മക്കളെയും കൊണ്ടുപോയി അങ്ങനെ വന്നതാണ് കേട്ടോ. റിസോർട്ടിലൊക്കെ പോകുമ്പോൾ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് ഒരുമിച്ച് അങ്ങനെ പോകുമ്പോഴാണ് ഒരു വൈബ് ഉണ്ടാവുള്ളൂ എന്നുള്ളത് സത്യമാണ് കേട്ടോ. ഇതിപ്പോൾ എല്ലാവരും ഫ്രഷായി ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇവിടെ ഫ്രണ്ടിൽ തന്നെ അവർ അറേഞ്ച് ചെയ്ത് തന്നാണ്. അപ്പം നല്ല നല്ല ഫുഡായിരുന്നു കേട്ടോ. ഇതാണ് വന്ദന, എൻ്റെ നല്ല ഒരു കംഫർട്ടബിൾ സോണാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറേ കൂടെ വർത്താനൊക്കെ പറഞ്ഞിരിക്കണം, പെട്ടെന്ന് മക്കളെയൊക്കെ ഉറക്കിയിട്ട് കഥ പറഞ്ഞിരിക്കാം, മേലെ പോവാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മക്കളെ ഉറക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് അവർ ഉറങ്ങുന്നേ ഇല്ലായിരുന്നു. അവസാനം അവിടെ കിടന്ന് നമ്മൾ ഉറങ്ങേണ്ട അവസ്ഥ തന്നെയായിരുന്നു. അതുകൊണ്ട് അടുത്ത ദിവസം രാവിലെ എണീറ്റിട്ട് എല്ലാ കാര്യങ്ങളും കാണാനും ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പോയത് കേട്ടോ. വയനാട്ടിലൊക്കെ ആവുമ്പോൾ രാവിലെ എണീറ്റാൽ ഒരു സുഖമുള്ള തണുപ്പാണേ നമുക്ക്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റ് ഇവിടെ അടുത്തൊക്കെ തന്നെ ഫസ്റ്റ് നമ്മൾ ഇന്നലെ തിമിർത്താടിയ പൂളിലേക്കാണ് വന്ന് നോക്കിയത്. അവിടെ ശാന്തസുന്ദരമായി കിടക്കുന്നത് കണ്ടിട്ട് വീണ്ടും ഒന്നും കൂടെ കളിക്കാനൊക്കെ തോന്നിപ്പോയെങ്കിലും ഞങ്ങൾ നടക്കാനാണ് തുടങ്ങിയത് കേട്ടോ. കുറേ നേരം അങ്ങനെ നടന്നു കേട്ടോ. അവിടെ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മക്കൾ കളിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഈ ചെടീൻ്റെ അകത്ത് ചിലന്തിയൊക്കെ വല കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തോ ഒരു രസം കാണാൻ വേണ്ടിയിട്ട്. മഞ്ഞൊക്കെ വീണിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മക്കൾ അവിടുന്ന് കുറച്ച് നേരം ബോളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് അവിടെ ഊഞ്ഞാലും അങ്ങനെ ചെറിയ ചെറിയ കുറച്ച് കുറച്ച് കാര്യങ്ങൾ കേട്ടോ. ഒരുപാട് കളിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഊഞ്ഞാലും പിന്നെ ട്രാംപോലൈൻ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കയറി ഇറങ്ങുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അതൊക്കെ അവർ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ വീണ്ടും കുറേ നടന്നതാണ്. നടന്നിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു. ആ വെയിലിൻ്റെ ഒരു ചൂടും ആ തണുപ്പും കൂടെ ആവുന്ന സമയത്ത് നടന്നിട്ട് മതിയാവുന്നില്ലായിരുന്നു. മക്കളാണെങ്കിലും നല്ല ഓട്ടവും ചാട്ടവും തന്നെയായിരുന്നു. പിന്നെ ഇവിടെ മുകളിൽ ജിമ്മും ഉണ്ട്. പിന്നെ കുറച്ച് ഗെയിംസും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് തന്നെ വിശപ്പൊക്കെ കാര്യമായിട്ട് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് മേലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ തന്നെ പെട്ടെന്ന് തന്നെ കയറി വരുന്ന സ്ഥലത്ത് തന്നെ ചെസ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചെസ് ഗെയിം അവർ രണ്ടാളും കൂടെ ഭയങ്കര കളിയൊക്കെ ആയിരുന്നു. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഇതാ ഇവിടെയാണ് കേട്ടോ. അപ്പം നമുക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ എടുക്കാം, അവിടേക്ക് പോയിരിക്കാം, കഴിക്കാം. ചായ കോഫി ഉണ്ടായിരുന്നു. പിന്നെ നല്ല പൂരിയും കടലക്കറിയും ഇഡലിയും സാമ്പാറും ചട്നിയും പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിക്കാം. ബട്ടറുണ്ട്, അല്ലെങ്കിൽ ജാമുണ്ട്. അപ്പം എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പോകാൻ വേണ്ടി എല്ലാം റെഡിയായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതേ കാർ വന്നിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും എടുത്ത് ബാഗിൽ വയ്ക്കുകയാണ്.
അതിനുശേഷം നമ്മൾ ഈ റിസോർട്ടിനോട് ടാറ്റ ബൈ ബൈ പറയാണ്. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്, ലവ് യു ഓൾ, ഹാവ് എ ഗ്രേറ്റ് ഡേ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു.